കാനഡയിലെ ആൽബർട്ടയിലെ കനാനൻസ്കിയിൽ നടക്കുന്ന 51ാമത് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി കാനഡയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് തികച്ചും അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് സന്ദർശിച്ചത്. ഇത് നയതന്ത്ര തലത്തിലെ സുപ്രധാന നീക്കമാണെന്ന് സർക്കാരിലെ ഉന്നത വൃത്തങ്ങൾ CNN News 18നോട് പറഞ്ഞു. തുർക്കി പാകിസ്ഥാൻ സഖ്യത്തെ ചെറുക്കുന്നതിനായി മെഡിറ്ററേനിയൻ മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് സൈപ്രസ് സന്ദർശനമെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. കാനഡയുമായുള്ള നിർണായകമായ ഇടപെടലിന് മുന്നോടിയായി ശക്തമായ യൂറോപ്യൻ പങ്കാളിത്തവും ഇന്ത്യയ്ക്ക് നയതന്ത്രപരമായ സ്വാധീനം നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സമുദ്രബന്ധവും തന്ത്രപരമായ സ്ഥാനവും ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അതായത് IMECയിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാക്കി സൈപ്രസിനെ മാറ്റുന്നു. ഇനി 2026 നടക്കാൻ പോകുന്ന യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതും സൈപ്രസ് ആണ്. കഴിഞ്ഞ 23 വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൈപ്രസ് സന്ദർശിക്കുന്നത്. ഇതിലൂടെ മോദിയുടെ സന്ദർശനം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നു. തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ഐക്യദാർഢ്യം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ സന്ദർശനം. ഓപ്പറേഷൻ സിന്ദൂറിൽ തുർക്കി പാകിസ്ഥാന് പിന്തുണ നൽകിയതും ഇവിടെ ഓർക്കണം. തുർക്കിയുമായി സൈപ്രസിന് പ്രാദേശികമായ ചില വിഷയങ്ങളിൽ തർക്കമുണ്ട്. ഇതിനിടെ തുർക്കിയെ എതിർക്കുന്ന രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്വാഭാവികമായും ഇന്ത്യയുമായുള്ള ബന്ധം സൈപ്രസ് ശക്തിപ്പെടുത്തുമെന്ന് വൃത്തങ്ങൾ പറയുന്നു.